എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിക് കൺട്രോൾ വയറിങ്ങിനകത്ത് വരുന്ന എന്താണ് ലാച്ചിങ് റിലേ അല്ലെങ്കിൽ ഇമ്പൾസ് റിലേ. അപ്പൊ എന്റെ കയ്യിൽ ഒരു റിലേ ഉണ്ട്. ഇത് സെലക്ക എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. സ്നൈഡർ അങ്ങനെ ഒരുപാട് കമ്പനിയുടെ ഒക്കെ ഈ ലാച്ചിങ് റിലേ വരുന്നുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യൂസ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ റിലേ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ലാച്ചിങ് റിലേ എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഒരു പൾസ് കൊടുക്കുന്ന സമയത്ത് ഓൺ ആണെങ്കിൽ ആ ഒരു ഓൺ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ അടുത്ത ഒരു പൾസ് കൊടുക്കുന്ന സമയത്ത് ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി അതുപോലെ തന്നെ സപ്പോസ് ഇത് ഓൺ ആയിട്ടിരുന്നു, സപ്പോസ് പവർ ഫെയിലിയർ ആയിട്ടുണ്ട്, ആ സമയത്തും ലാസ്റ്റ് ഏത് സ്റ്റേറ്റിലാണോ പവർ ഫെയിലിയർ ആയ ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലാച്ചിങ് റിലേയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ, അതുപോലെ ഹോം ഓട്ടോമേഷൻ, സ്റ്റെയർ കേസ് വയറിംഗ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ലാച്ചിങ് റിലേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ യൂസ് അല്ലെങ്കിൽ എങ്ങനെ വയറിംഗ് ചെയ്യാം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന സ്ഥലത്തൊക്കെ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സേവിങ്. അതായത് കണ്ടിന്യൂസ് ഫുൾ ടൈം നമുക്ക് ഇതൊരു സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ റിലേ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആംസ്, അതുപോലെ തന്നെ കോയിൽ വോൾട്ടേജ് പ്രത്യേകം ചെക്ക് ചെയ്യണം. 24 വോൾട്ട്, 220 വോൾട്ട്, അങ്ങനെ ഡിഫറെന്റ് വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യാതൊന്നുമില്ല. അതുപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ലോഡിന് മുൻപായിട്ട് നമ്മളൊരു MCB കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലാച്ചിങ് റിലേയുടെ യൂസസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വയറിംഗ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ലാച്ചിങ് വയർ വയറിംഗ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇതുവരെയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് ഇമ്പൾസ് റിലേ എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിച്ചാലോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാച്ചിങ് റിലേ എന്ന കോയിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 ആണ്. അതിനായിട്ട് ഞാനൊരു സിംഗിൾ ഫേസ് ലൈൻ എടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ MCB യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എത്രയാണ് വോൾട്ടേജ് വരുന്നത്, പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ട്. മൾട്ടിമീറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നമുക്ക് ലാച്ചിങ് റിലേ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വയറിംഗ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ചെയ്താലോ. നമ്മുടെ ലാച്ചിങ് റിലേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. A1 അതുപോലെ A2. ഇതാണ് 220 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കോയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 ആണ്. 24 വോൾട്ടും വരാറുണ്ട്. അപ്പോൾ നമ്മളത് കണക്ഷൻ കൊടുക്കുന്നതിന് മുന്നായിട്ട് പ്രത്യേകം ചെക്ക് ചെയ്യണം. അപ്പോൾ A1 എന്ന് പറയുന്നതിൽ നമുക്കൊരു സപ്ലൈ, ഒരു ന്യൂട്രൽ ലൈൻ അല്ലെങ്കിൽ ഫേസ് ലൈൻ കൊടുക്കാം. അതുപോലെ A2 വേണമെങ്കിലും കൊടുക്കാം, AC സപ്ലൈ ആയതുകൊണ്ട്. A2 നമുക്ക് ആദ്യം ഒരു ന്യൂട്രൽ കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാച്ചിങ് റിലേയുടെ ഒരു A2 എന്ന് പറഞ്ഞ ടെർമിനലിലേക്ക് നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ന്യൂട്രൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഒരു ഇൻപുട്ട് സപ്ലൈ, ഫേസ് 230 സപ്ലൈ വരണം, ലൈൻ കൊടുക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ബട്ടൺ ത്രൂ ആയിരിക്കും നമ്മൾ ഈ ലാച്ചിങ് റിലേയിൽ കണക്ഷൻ കൊടുക്കുക. അപ്പൊ ലാച്ചിങ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇമ്പൾസ് റിലേ ഒരു പൾസ് മാത്രം കൊടുത്താൽ മതി, ആ സമയത്ത് അത് ഓൺ ആവും. അതേപോലെ നമ്മൾ കൈവിട്ട് കഴിഞ്ഞാലും ആ ഒരു സ്റ്റേറ്റിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ ഒരു പൾസും കൂടെ ഒരു വട്ടം കൂടെ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് കണ്ടിന്യൂസ് കോയിൽ വോൾട്ടേജിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ സ്റ്റെയർ കേസ് വയറിംഗ്, അതുപോലെ ഒരു മാസ്റ്റർ കൺട്രോൾ സർക്യൂട്ട് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ലാച്ചിങ് റിലേ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു 3-4 പുഷ് ബട്ടൺസ് ഒക്കെ ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് ഈ ലാച്ചിങ് റിലേ ഓൺ ആവാനായിട്ട് നമുക്ക് പൾസ് കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ് ബട്ടൺ ത്രൂ ആയിരിക്കും കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പുഷ് ബട്ടൺസ് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഞാനൊരു 3 റൂമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെയർ കേസ് വയറിംഗ് ആയിട്ടും നിങ്ങൾക്ക് എവിടെയാണെന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യത്തക്ക രീതിയിൽ 3 ബട്ടൺ, ഈ 3 ബട്ടൺ ഞാനിപ്പോൾ അടുപ്പിച്ച് വെച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് 3 റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. 3 റൂമിലും 3 പുഷ് ബട്ടൺസ് ഇരിക്കുന്നു. അപ്പൊ ഈ പുഷ് ബട്ടൺസ് എങ്ങനെയാണ് വയറിംഗ് ചെയ്യണേന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ പുഷ് ബട്ടന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ NO കോൺടാക്ട് ആണ്. നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് NC ആയിട്ട് സപ്ലൈ ഇതുവഴി നമ്മുടെ A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ 3 റൂമിലായിട്ടാണ് 3 പുഷ് ബട്ടൺസ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മുടെ പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൂപ്പാണ്. അതിനുശേഷം ഇവിടേക്ക് നമുക്കൊരു ഫേസ് ലൈൻ കൊടുക്കണം. അതെന്ന് പറയുന്നത് നമുക്ക് MCBയുടെ ഈ കാണുന്ന ഫേസ് ലൈനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് 3 പുഷ് ബട്ടണിലേക്കും നമ്മുടെ ഫേസ് ലൈൻ വന്നിട്ടുണ്ട്.
അതുപോലെ ഈ പുഷ് ബട്ടണിൽ നിന്ന് വരുന്ന ഈ NO ടെർമിനലിന്റെ ഒരു സൈഡിൽ നിന്ന് 3 വയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 3 വയറുകൾ നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ ലാച്ചിങ് റിലേയുടെ A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുവഴി ഓരോ പൾസ് നമ്മുടെ ലാച്ചിങ് റിലേക്ക് വരത്തുള്ളൂ. അതായത് രണ്ടാമത്തെ റൂമിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മൂന്നാമത്തെ റൂമിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങോട്ടേക്ക് A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് പൾസ് വരുന്നതായിരിക്കും. അതിനായിട്ട് ഈ 3 വയറുകളോട് നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്തതിനു ശേഷം A1 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ലാച്ചിങ് റിലേക്കുള്ള വയറിംഗ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ലാച്ചിങ് റിലേയിൽ ഇവിടെ ഓട്ടോ മോഡ് ഓഫ് എന്ന് പറയുന്ന ഒരു ബട്ടൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ ഓട്ടോ മോഡിൽ ഇടുവാണെങ്കിൽ മാത്രമേ നമ്മുടെ പുഷ് ബട്ടൺസ് ത്രൂ വർക്ക് ചെയ്യത്തുള്ളൂ. ഓഫ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺസ് വർക്ക് ചെയ്യില്ല. നമുക്ക് ഈ കാണുന്ന ടോഗിൾ സ്വിച്ചിൽ മാത്രമേ ഓപ്പറേറ്റ് ആവത്തുള്ളൂ. നമുക്ക് സപ്ലൈ ഒന്ന് ഓൺ ചെയ്താലോ? അതിനായിട്ട് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉള്ളത് നമ്മുടെ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഈ ലാച്ചിങ് റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പൾസ് കൊടുത്താൽ തന്നെ നമ്മുടെ ഈ റിലേ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തൊരു സ്വിച്ച് അടുത്ത റൂമിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത കണ്ടീഷനിലേക്ക് അത് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പൾസ് കൊടുത്ത് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്കൊന്ന് ഓഫ് മോഡിലേക്ക് ഇട്ടാലോ? ഇപ്പൊ ഞാൻ ഓഫ് മോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുഷ് ബട്ടൺസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടായിരിക്കില്ല. അതായത് വർക്ക് ചെയ്യും. മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ ലാച്ചിങ് റിലേയുടെ കംപ്ലീറ്റ് വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോഡ്, അതായത് ഒരു ലൈറ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് നോക്കാം. അതുപോലെ ലാച്ചിങ് റിലേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. A1 A2 കോയിൽ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ 1, അതുപോലെ 2, അതുപോലെ 3, 4 കൊടുത്തിട്ടുണ്ട്. 1ഉം 2 നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അത് NC കോണ്ടാക്ട് ആണ്. 3ഉം 4 എന്ന് പറയുന്നത് നമ്മുടെ NO കോണ്ടാക്ട് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം NO കോണ്ടാക്ട് ഉപയോഗിക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് 3 എന്ന് പറയുന്ന ടെർമിനലിൽ നമുക്കൊരു ഇൻപുട്ട് സപ്ലൈ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഔട്ട് എന്ന് പറയുന്നത് 4ൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുത്താലോ? അതിനായിട്ട് ഞാനൊരു 220യുടെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വയറുകൾ വരുന്നുണ്ട്. ഒരു വയർ നമുക്ക് ന്യൂട്രലിൽ കൊടുക്കാം, ഒരു വയർ നമുക്ക് 4 എന്ന് പറയുന്ന ടെർമിനലിൽ കൊടുക്കാം. അതായത് ലാച്ചിങ് റിലേയുടെ 4 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ലൈറ്റിന്റെ ഒരു വയർ ഞാൻ ഇവിടെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ലോഡാണല്ലോ കണക്ട് ചെയ്യുന്ന ബൾബ്, അത് ലാച്ചിങ് റിലേയുടെ 4 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ NO കോണ്ടാക്ട് ആണ് ലാച്ചിങ് റിലേയുടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ബൾബിന്റെ ഒരു വയർ ഞാൻ ന്യൂട്രലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിന്റെ ലോഡ് ഫേസ് ലൈൻ ഞാൻ ഈ 4ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേയിൽ 4 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 3ൽ നമ്മളൊരു സപ്ലൈ കൊടുക്കണം. അതുപോലെ ലാച്ചിങ് റിലേയിൽ നമ്മൾ 3ലേക്ക് ഒരു ഫേസ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ MCBയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 4 എന്ന് പറയുന്ന ടെർമിനലാണ് ഈ റിലേയുടെ ഔട്ട് വരുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ബൾബിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ഓട്ടോ മോഡിലേക്കാണ് കിടക്കുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് ബട്ടൺസ് പ്രസ് ചെയ്ത് നോക്കാം. ഒരു റൂമിൽ നിന്ന് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ പ്രസ്സിൽ, അതായത് ഒരു പൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിലേ അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഏത് സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഇനി ഞാൻ രണ്ടാമത്തെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് ഏത് റൂമിൽ നിന്ന് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ ഈ റൂമിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അപ്പൊ ഇത് ഓട്ടോ മോഡിലാണ്. നമുക്ക് മാനുവൽ മോഡ്, ഓട്ടോ മോഡ് ഒന്ന് ഓഫ് ചെയ്താലോ? അതിനായിട്ട് ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് പോലെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് താഴോട്ട് ഡൗൺ ചെയ്യാം. അതിനുശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ടോഗിൾ സ്വിച്ച് ജസ്റ്റ് ഒന്ന് അപ്പാക്കുവാണെങ്കിൽ, മുകളിലേക്ക് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓട്ടോ മോഡിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പുഷ് ബട്ടൺസ് ഒക്കെ ഉപയോഗിച്ച് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അതുപോലെ വേറെ റൂമിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇതേപോലെ ഞാനൊരു 3 സ്വിച്ച് കണക്ട് ചെയ്തിട്ടുള്ളൂ പുഷ് ബട്ടൺസ്. എത്ര പുഷ് ബട്ടൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലോജിക്കിനനുസരിച്ചിട്ട് വേണം നമ്മളിത് വയറിംഗ് ചെയ്യാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ലാച്ചിങ് റിലേ. അതായത് ലാച്ചിങ് റിലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ് ഏതാണോ, പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഓൺ ചെയ്യുമ്പോൾ അതേ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓൺ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, പവർ ഫെയിലിയർ ആയിട്ടുണ്ട്. ഇനി പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാലും അതേ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ഈ ലൈറ്റ് ഓൺ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ലാച്ചിങ് റിലേയുടെ അഡ്വാൻറ്റേജസ്. അതുപോലെ പുഷ് ബട്ടൺസ് ഉപയോഗിച്ചിട്ട് ഓഫ് ചെയ്യാം, അതുപോലെ ഓൺ ചെയ്യാം. അതേപോലെ തന്നെ പവർ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിലും അത് അഗെയിൻ പവർ വന്നാലും ഏതാണോ ലാസ്റ്റ് സ്റ്റേറ്റ് ആ ഒരു സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ ലാച്ചിങ് റിലേ എന്ന് പറയുന്നത്. PLCയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മെമ്മറി ബിറ്റൊക്കെ ആയിട്ട്.
അതുപോലെ നമുക്കിവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു NO കോൺടാക്റ്റും ഉണ്ട്, NC കോൺടാക്റ്റും ഉണ്ട്. നമുക്ക് ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഉപയോഗിക്കാം. ഇനി അറിയാത്തവർക്കായിട്ട് നമുക്ക് NC കോൺടാക്റ്റിലും കൂടെ ഒരു ലൈറ്റ് കൂടെ കണക്ട് ചെയ്താലോ. അതുപോലെ ഈ ലൈറ്റിന്റെ ന്യൂട്രൽ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിന്റെ ഒരു ഫേസ് ലൈൻ ആയിട്ട് നമ്മൾ 2 എന്ന് പറയുന്ന ടെർമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലാച്ചിങ് റിലേയുടെ സർക്യൂട്ട് ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, NCയുടെ ഒരു എൻഡ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി സപ്ലൈ കൊടുക്കണം. അതിന് ഓൾറെഡി നമ്മൾ 3 എന്ന് പറയുന്ന ടെർമിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, 1ലേക്കും കൂടി കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു ലൂപ്പ് വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് 1ഉം 2ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം. NO NC 2 ടെർമിൽ നമ്മൾ ഓരോ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇത് NCയിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റ് പവർ ഓൺ വന്ന സമയത്ത് ഓൺ ആയതും. ഇത് NOയിലാണ്. നമ്മുടെ റിലേ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഓൺ ആവും. അതേപോലെ റിലേ ഓൺ ആവുന്ന സമയത്ത് NO NCയും NC NO ആയിട്ടും മാറും. അപ്പോൾ ഇതിന്റെയൊക്കെ ക്ലാസ് ഞാൻ ഓൾറെഡി റിലേ NO NC ഒക്കെ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്താലോ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കണ്ടാൽ അറിയാൻ പറ്റും. ഇത് ഓഫ് ആയിട്ടുണ്ട്, അതുപോലെ ഇത് ഓൺ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ NO NC നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടും ഉപയോഗിക്കേണ്ട വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. NO NC നമ്മൾ 2 ലൈനും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം ലോജിക്കിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് NO എന്നോ NC എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലോഡ് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു രണ്ടാമത്തെ റൂമിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ NO ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് ഓൺ ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റും. അതേസമയം പാരലൽ ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ ഓൺ ആവണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ NO NC രണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ലാച്ചിങ് റിലേ അല്ലെങ്കിൽ ഇമ്പൾസ് റിലേ വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ കൺട്രോൾ വയറിംഗ് എങ്ങനെ ചെയ്യാമെന്ന് വളരെ വ്യക്തമായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാനും, അതുപോലെ ഏതെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.